10,00,000 രൂപ 10 പേർക്ക് ഗീവ് അവേ. ഇങ്ങനൊരു ഇത് ആഡ് കാണുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം അക്കൗണ്ട് നമ്മൾ പറയുന്ന ആളുടെ അക്കൗണ്ട് അങ്ങോട്ട് ഫോളോ ചെയ്യും. പിന്നെ ഈ ബ്രാൻഡ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് എല്ലാം ഓരോന്നായിട്ട് നമ്മൾ ഫോളോ ചെയ്യും, ഒരു കമൻറ്റ് ഇടും. പിന്നെ നമ്മൾ ഗീവ് അവേക്ക് വേണ്ടി ആ ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗീവ് അവേ ചെയ്യുന്ന ഈ ബ്രാൻഡ് പാർട്ട്നേഴ്സൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണോ, നമുക്ക് 10,00,000 രൂപ കിട്ടണമെന്ന ആഗ്രഹം കൊണ്ടാണോ ഇവർ ഗീവ് അവേ ചെയ്യുന്നത്? അല്ല. അത് ഇവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ എന്ത് ബ്രാൻഡാണോ പ്രൊമോട്ട് ചെയ്യുന്നത് ആ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു കീ ആയിട്ട് ഈ ഗീവ് അവേ അവർ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഗീവ് അവേക്കെതിരെ ഈ ഗീവ് അവേയുടെ ബ്രാൻഡ് പാർട്ട്നേഴ്സിനെതിരെ, അതായത് ഗീവ് അവേ നടത്തിയ ആളെക്കുറിച്ചല്ല, ഈ ഗീവ് അവേയുടെ ബ്രാൻഡ് പാർട്ട്നേഴ്സിനെ കുറിച്ചൊരു സ്കാം നമ്മുടെ അഭിജിത്ത്, അതായത് ഈ പുള്ളിക്കാരൻ, ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കാം, ഈ പുള്ളിക്കാരൻ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ അറിയാത്തവരുടെ ജസ്റ്റ് ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ തരാം ഞാൻ. ഈ പുള്ളിക്കാരൻ ബേസിക്കലി ചെയ്യുന്നത്, പുള്ളിക്കാരൻ ഒരു ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരൻ യൂട്യൂബറും മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറാണ്. പുള്ളി മെയിൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്കാം നടത്തുന്ന ആൾക്കാരെ പൊക്കിക്കൊണ്ട് വന്ന് വീഡിയോസ് ചെയ്യുന്നതാണ് പരിപാടി. മെയിനായിട്ട് ഇതേപോലെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പണ്ടൊക്കെ മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ഒരു 95% ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന ബെറ്റിംഗ്, ഞാൻ ഈ ഗെയിം കളിച്ചിട്ടാ 5,000 രൂപ ഉണ്ടാക്കിയത്, ഞാനിപ്പോൾ ഒരു വെറുതെ ഇരിക്കുക, ഞാൻ 1 മണിക്കൂറും കൊണ്ട് 10,000 രൂപ ഉണ്ടാക്കി. ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ അടിച്ച് വെറുതെ ഇല്ലാണ്ടാക്കി കളയും പുള്ളിക്കാരൻ. അതായത് ഇവർ ബെറ്റിംഗ് ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്ത് ഓരോ വീഡിയോ ഇടും, പണ്ടത്തെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വീഡിയോ ഇടും, പുള്ളിക്കാരൻ വലിച്ചു കീറിക്കൊണ്ട് ഇവർക്കെതിരെ വീഡിയോ എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ പേടിച്ചിട്ട് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യും, ഈ പുള്ളിക്കാരൻ പിറ്റേ ദിവസം വീഡിയോ ചെയ്തുകൊണ്ട് വരും. അതിന് ഈ പുള്ളിക്കാരന് ഒരു 95% ഈ പുള്ളിക്കാരനെ പേടിച്ചിട്ടാണ് 95% ഇൻഫ്ലുവൻസർ ആ പരിപാടി നിർത്തിയത്. അതേപോലെ ഈ തവണ നമ്മുടെ പുള്ളിക്കാരൻ ഒരു സത്യമായിട്ടുള്ളൊരു സ്കാം പുള്ളിക്കാരൻ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. അത് ഗീവ് അവേ, ഞാൻ പ്രത്യേകം പറയുന്നു, ഗീവ് അവേ നടത്തിയ ആളല്ല, ഈ ഇൻഫ്ലുവൻസർ അല്ല സ്കാം നടത്തിയത്. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ബ്രാൻഡ് പാർട്ട്നേഴ്സാണ് ഈ ഒരു സ്കാംസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ആ അഭിജിത്ത് എന്താ പറയുന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ വീഡിയോ നമുക്ക് അഭിജിത്തിൻ്റെ വീഡിയോ ഒന്ന് കാണാം. നവംബർ 12 എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസേബിളായി. 77K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടാണ്. എൻ്റെ 3ാമത്തെ അക്കൗണ്ടാണ്. ആദ്യത്തെയും 2ാമത്തെയും അക്കൗണ്ടുകളും ഇതേപോലെ ഡിസേബിളും സസ്പെൻഡും ഒക്കെ ആയി പോയതാണ്. ഇത്തവണ പക്ഷേ അക്കൗണ്ടിന് ബാൻ കിട്ടിയത് ഒരു തട്ടിപ്പിനെ പറ്റി വീഡിയോ ചെയ്തിട്ടാണ്. ആ തട്ടിപ്പ് പുറം ലോകത്തോട്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് ബാനായത്. അതെ, പുള്ളിക്കാരൻ ഈ ഗീവ് അവേയുടെ ഈ പുള്ളിക്കാരൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ഏകദേശം 80K അടുപ്പിച്ചൊരു ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ടായിരുന്നു. അത് ബാനാനുള്ള മെയിൻ കാരണം പുള്ളിക്കാരൻ ഈ സ്കാമിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ്. അതായത് അത് ഭയങ്കര ഒരു സൈബർ അറ്റാക്കാണ് പുള്ളിക്കാരൻ നടന്നിരിക്കുന്നത്. എന്നാലും ബാക്കിയും കൂടെ കാണാം നമുക്ക് വീഡിയോ. ബാൻ ചെയ്തു. ബാൻ മാത്രമല്ല, എൻ്റെ പേരിൽ അവരൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. വെറും ഫേക്ക് അക്കൗണ്ട് അല്ല, ഒരു ബ്ലൂ ടിക്കുള്ള ഒരു വെരിഫൈഡ് ഫേക്ക് അക്കൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ മേലെയുള്ള ഒരു സൈബർ അറ്റാക്കാണ്. ഇവർ ഇതുപോലെ സൈബർ അറ്റാക്ക് ചെയ്യാൻ ലക്ഷങ്ങളാണ് മുടക്കിയിരിക്കുന്നത്. ഞാൻ അതെ, അതായത് ഈ പുള്ളിക്കാരൻ്റെ ഈ അക്കൗണ്ട് ബാൻ ചെയ്യാൻ അത്യാവശ്യം നല്ല എമൗണ്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ കമ്പനിക്കാർ അത്യാവശ്യം നല്ല എമൗണ്ട് വലിച്ചു വാരി എറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷം രൂപ അടുപ്പിച്ച് വീശിയിട്ടുണ്ട്. അതായത് ഏകദേശം 80K ഫോളോവേഴ്സ് അടുപ്പിച്ചുള്ള ഒരു അക്കൗണ്ട് എല്ലാവരും കൂടെ, അതായത് ഇവർ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് കൂടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതങ്ങോട്ട് ബാൻ ചെയ്യിപ്പിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എതിരെ മറ്റേ എവിഡൻസ് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ ഈ ബാൻ ചെയ്തത്. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ വ്യക്തമായി പുള്ളിക്കാരൻ വിത്ത് എവിഡൻസോടെയാണ് പുള്ളിക്കാരൻ ഓരോ കാര്യം പറയുന്നത്. ഈ കമ്പനിക്കാർ, അതായത് സോ കോൾ ബ്രാൻഡ് ഓണേഴ്സ്, ഞാൻ മെൻഷൻ ചെയ്തില്ല, അവർ ഈ പുള്ളിക്കാരൻ ഈ അഭിജിത്തിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവരുടെ കമ്പനിക്കെതിരെ ഫോൾസ് അലിഗേഷൻസ് വെച്ചെന്ന് പറഞ്ഞാൽ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ ശരിക്കും പറഞ്ഞാൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത്? അതായത് ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ മൈൻഡ് ചെയ്യാണ്ട് അങ്ങ് പോയാൽ പോലെ, അല്ലെങ്കിൽ ഇവർക്ക് വേറൊരു വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജെന്യുവനായിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവർക്ക് വേറൊരു പ്രൂഫ് കാണിച്ചപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് സത്യം വിളിച്ച് പറയുമ്പോൾ അത് സത്യമാണെന്ന് ഇവർക്ക് വ്യക്തമായി അറിയുന്നുണ്ട്, അത് മൂടാനായിട്ട് ഇമാതിരി പരിപാടി ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഇതിനെതിരെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പേടിച്ചിട്ട് ആരും റിയാക്ട് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ബാക്കി പുള്ളിക്കാരൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് കാണാം.
പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ 10 ലക്ഷം രൂപ 10 പേർക്ക് എന്ന് പറഞ്ഞ് ജോജി തമ്പി 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോയ്ക്ക് 3 മില്യണിൽ കൂടുതൽ വ്യൂസ് പോയിട്ടുമുണ്ട്. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ ഗിവ് അവേ നടത്തുന്നത് തട്ടിപ്പുകാരെ വെളുപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോയിൽ ജോജി തമ്പി ഫോളോ ചെയ്യാൻ പറയുന്ന ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതെ, നമ്മുടെ ഇന്നത്തെ ഇൻഫ്ലുവൻസർ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസർ നമ്മുടെ ജോജി തമ്പി തന്നെയാണ്. അതായത് പുള്ളിക്കാരൻ്റെ നമുക്കറിയാം, പുള്ളിക്കാരൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഗീവ് അവേ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ ഞാൻ വരെ കമൻറ്റ് ഇട്ടാണ് എങ്ങനെ കിട്ടിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ നമ്മൾ ആലോചിക്കാറില്ല, നമ്മൾ ഈ ബ്രാൻഡ് പാർട്ട്നേഴ്സൊക്കെ ആരെ ഫോളോ ചെയ്യുന്നത്, ഇവരെന്താ ഇത് സ്കാംസ് ആണോ? ചിലവർ ജെന്യൂനായിട്ട്, പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഞാൻ പറഞ്ഞ ഗീവ് അവേയിൽ സ്കാം എന്നല്ല പറഞ്ഞത്, പുള്ളിക്കാരൻ ഗീവ് അവേ നടത്തുന്നത് ജെന്യൂനായിട്ടാണ് നടത്തുന്നത്. പുള്ളിക്കാരൻ ആൾക്കാരെ ഈ ഗീവ് അവേ കിട്ടുന്ന ആൾക്കാർക്കും ജെന്യൂനായിട്ട് ഇതേപോലെ തന്നെ ലോട്ടിട്ട് മറ്റേ പുള്ളിക്കാരൻ മറ്റേ കമ്പ്യൂട്ടറിൽ കൂടെ തപ്പി ലോട്ടിട്ട് തന്നെ കിട്ടുന്നത്, റാൻഡമായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് ഇത് കൊടുക്കുന്നത് സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനെ എക്സ്പോസ് ചെയ്ത് നമ്മുടെ അഭിജിത്ത് ഒരു വീഡിയോ ഇറക്കി. പുള്ളിക്കാരൻ്റെ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാവരും കൂടെ വട്ടം കൂടി ഈ കമ്പനിക്കാർ തന്നെ എല്ലാവരും കൂടെ വട്ടം കൂടി അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. ബ്ലോക്ക് ചെയ്യിക്കുക മാത്രമല്ല, ഒരു ബ്ലൂ ടിക്ക് വേരിഫൈഡ്, നമ്മൾ പല ടൈപ്പ് ഫേക്ക് അക്കൗണ്ട് കണ്ടിട്ടുണ്ട്. അതായത് ഈ പുള്ളിക്കാരൻ്റെ പേരിൽ തന്നെ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ഒരു ബ്ലൂ ടിക്ക് വേരിഫൈഡ് ഒരു ഫേക്ക് അക്കൗണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇനി ഈ ബ്ലൂ ടിക്ക് വെരിഫൈഡ് അക്കൗണ്ട് നിങ്ങൾക്കറിയാം, മെറ്റാ വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ 699 രൂപയ്ക്ക് ആർക്ക് വേണമെങ്കിലും മെറ്റാ വെരിഫൈഡ് അക്കൗണ്ട് നമുക്ക് ആക്കാം. പക്ഷേ ഈ മെറ്റാ വെരിഫൈഡ് കിട്ടണമെങ്കിൽ നമ്മുടെ ID പ്രൂഫ്, അതായത് നമ്മുടെ പേര്, ഇപ്പോൾ എൻ്റെ പേര് റോഹിൻ തോമസ് ആണ്, എൻ്റെ പേര് അതിനകത്ത് വരണം, പ്ലസ് നമ്മുടെ ഫോട്ടോ അതിൻ്റെ അകത്ത് വരണം, ഫോട്ടോ വരണം, ഇത് വരണം, പിന്നെ നമ്മുടെ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. ഇത് 3 മാച്ചായിട്ട് ഒരു 24 അവേഴ്സിനുള്ളിലാണ് ഇവർ ഇതിൻ്റെ അപ്രൂവൽ തരുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റണമെങ്കിൽ പോലും നമ്മൾ ഇവരുടെ പറയുന്നുണ്ട്, നമ്മുടെ പിക്ചർ ക്ലിയർ ആയിട്ടാണ്, ഇല്ലെങ്കിൽ ഇവർ ഡിനൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു മെറ്റാ വെരിഫൈഡ് അക്കൗണ്ടാണ് ഈ ഫേക്ക്, ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഫേക്ക് അക്കൗണ്ടാണ്. ഇതിനെതിരെ നമ്മുടെ സൈബർ പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്, മെറ്റയിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നടന്നിട്ട് കുറേ നാളായി, ഇതുവരെയായിട്ട് പുള്ളിക്കാൻ ഒരു റെസ്പോൺസിബിൾ ആ അക്കൗണ്ട് ഇപ്പോഴും അതുപോലുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റാ വെരിഫൈഡ് അക്കൗണ്ട്, ഇത് മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ അഭിജിത്ത് വേറൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ ഈ മെറ്റാ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യും. എങ്ങനെ? എൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നത് ഫേക്ക് അക്കൗണ്ടാണെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യും. ഇത് മെറ്റാ വെരിഫൈഡ് അക്കൗണ്ട് ആയതുകൊണ്ട് അത് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയും. ഇതുവരെ ആയിട്ട് ആ അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവാണ് അക്കൗണ്ട്. ഈ ജോജി തമ്പിയുടെ സെയിം വീഡിയോ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് അതിശയം. അതായത് ഈ ജോജി തമ്പിയുടെ ഈ സെയിം വീഡിയോ ഫുൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താ സെറ്റപ്പ് എന്നറിയാം. സത്യാവസ്ഥ വിളിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര തെണ്ടിത്തരമായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കാരണം ഇപ്പോൾ നാട്ടുകാരെ പറ്റിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ അതായത് പണ്ടത്തെ ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻസൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. വഴിയിൽ കൂടെ പോകുന്നവരെല്ലാവരും അച്ചാലും പിച്ചാലും മറ്റേ ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സഞ്ജു ടെക്കിയൊക്കെയാണ് ഇതിൻ്റെ ഉസ്താദ്. സഞ്ജു ടെക്കി ആണെങ്കിൽ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ഉസ്താദാണ്. അത് സബ്സ്ക്രൈബേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന പോലെയാണത്. അത് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബ്, നിങ്ങളെ സ്നേഹിച്ച നമ്മളിപ്പോൾ ഇത്രയും വലിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്ന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് നല്ല പ്രൊഡക്ട്സ് ചെയ്യുക, അത് നല്ല ഇപ്പോൾ നമുക്ക് നാട്ടുകാർക്ക് ഉപയോഗമുള്ളത്, നമ്മൾ കാണുന്ന നമ്മുടെ വ്യൂസിന് കാണാൻ ഉപയോഗമുള്ള എന്തെങ്കിലും സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവർക്ക് ഹാമില്ലാത്ത കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇമാതിരി ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ, അതിനെതിരെയൊക്കെ നല്ല വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് ഈ പുള്ളിക്കാരൻ. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ രണ്ടാമത്തെ ഈ ഗീവ് അവേയിലുള്ള സ്കാമിലെ ബ്രാൻഡ് പാർട്ട്നേഴ്സിൻ്റെ എതിരെ കുറേ പേര് പെട്ടിട്ടുണ്ട്. ആ പെട്ടുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ ഇതേപോലത്തെ ഒരു വീഡിയോസായിട്ട് ഇറങ്ങിയത്. എന്തായാലും പറയാനുള്ളത്, സത്യം എപ്പോഴാണെങ്കിലും സത്യം ആര് വിളിച്ച് പറഞ്ഞാലും അവരുടെ വാ അടച്ച് മൂടി കെട്ടുന്നത് ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് പോയി, പുള്ളിക്കാരൻ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അക്കൗണ്ട് എന്തായാലും പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ യൂട്യൂബിൽ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരൻ ഇനി സെക്കൻഡ് പാർട്ട് എന്തോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.